ഹായ് മുത്തുമണീസ്, ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടാണ് നമുക്ക് റമദാനിലെ. ആദ്യം തന്നെ ഞാൻ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയ പീസായിട്ടുള്ള എല്ലില്ലാത്ത കഷ്ണം എടുക്കേണ്ടത്. ഞാനിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചെറിയ പീസുകൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് തൈര്, പുളിയില്ലാത്ത തൈര് എടുക്കണം കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പം ഈ പാക്കറ്റ് തൈരേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ഒരു ബട്ടർ ചിക്കനാണ് കേട്ടോ. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന അധികം ടേസ്റ്റിൽ കിട്ടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഞാൻ ഈ വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് സ്നാക്കായിട്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു സവാള, കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുകയാണ്, ഒരു സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സവാള ചോപ്പ് ചെയ്തുകൊണ്ട് തന്നെ വഴറ്റേണ്ട പണിയൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് വഴറ്റി കിട്ടും. ചോപ്പർ കൊണ്ടുള്ള ഉപകാരം അത് തന്നെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വെളിച്ചെണ്ണ ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ള മസാലപ്പൊടികളാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ആ കുത്തൽ മണം ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ക്രഷ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ടേസ്റ്റ് വലിയ ഡിഫറൻ്റ് ഒന്നുമില്ല കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ലപോലെ സ്മാഷ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അവസാനമായിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ മിക്സ് ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് തണിയുന്നത് വരെ ജസ്റ്റ് ഒന്ന് തണിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് കട്ട്ലേറ്റിൻ്റെ മസാല എന്ന് പറയുന്നത്. ഇതിൽ ഈ ചിക്കന് പകരം നിങ്ങൾക്ക് ബീഫോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഏത് ഇൻഗ്രീഡിയൻറ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. സിമ്പിളാണ്. നമ്മൾ ചിക്കൻ ബോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ, അതേ റെസിപ്പി തന്നെയാണ് നമ്മുടെ കട്ട്ലേറ്റിനും ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടി പണി അധികം ഉണ്ട് എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല ടേസ്റ്റിന്. അപ്പോൾ ഇതാ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുത്ത ശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൻ്റെ അടപ്പെടുത്തിട്ട് ഈ അളവിലാണ് കേട്ടോ കട്ട്ലേറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിൽ കിട്ടും. കുറച്ച് ഒരു മൂടി അടപ്പിൽ എണ്ണ തൂവി കൊടുത്തിട്ട് ഇങ്ങനെ തട്ടിക്കൊടുത്താൽ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നമ്മുടെ കൈക്ക് പറ്റാതെ മാത്രമല്ല നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടാം. ഇപ്പം കട്ട്ലേറ്റിന് ഒരുപാട് അച്ചുകളൊക്കെ ഉണ്ട്, എന്നാലും അച്ചൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് ഏകദേശം ഒരു 13ഓളം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള അളവിൽ 13ഓളം കട്ട്ലേറ്റുകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരേ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല പാങ്ങുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമുക്കിത് മുക്കി പൊരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട, കുറച്ച് കുരുമുളക് പൊടി, 1 ടീസ്പൂണോളം കോൺഫ്ലോറിൻ്റെ പൊടി. ഈ കോൺഫ്ലോറിൻ്റെ പൊടി എന്തിനറിയോ, നമ്മൾ കട്ട്ലേറ്റിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോകലുണ്ട്. അല്ലെങ്കിൽ സോഫ്റ്റ് അല്ലേ കട്ട്ലേറ്റ്, ആ മുട്ടയിൽ മുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഉടഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കോൺഫ്ലോർ നല്ല ഒരു അടിപൊളിയാണ്. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ട് ഇതാ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസാന പണിയും കഴിഞ്ഞു, മിനുക്ക് പണിയൊക്കെ കഴിഞ്ഞു. ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട പണിയല്ലോ കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നിങ്ങൾ കോൺഫ്ലോർ മുക്കാൻ മറക്കണ്ട കേട്ടോ. കോൺഫ്ലോർ ഒഴിക്കാൻ കാരണം നല്ല ക്രിസ്പിയാണ്, എന്നാൽ നല്ല ഉപകാരപ്രദമാണ് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നല്ലോണം സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിലൊക്കെ ആക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് എണ്ണയിലൊക്കെ ഇടുന്ന സമയത്ത്. പക്ഷേ ഈ കോൺഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം
ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു നല്ലൊരു ഉപകാരമുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടൻ്റെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി വെക്കുന്നത്. ഓരോരു പോർഷൻ ഓരോരോ ഭാഗമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമായി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നല്ലോണം ചൂടാവണം. നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇന്ന് സ്നാക്കായിട്ട് ഒരു 5 ഉന്നക്കായും കൂടി ബാക്കിയുണ്ടായിന്, അതും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായ ഫസ്റ്റ് പൊരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെഡ് ക്രംസ് അല്ലേ കട്ട്ലേറ്റ്. അപ്പോൾ ഇത് പൊരിച്ചിരിക്കുന്നതിന് മുമ്പേ ഉന്നക്കായ പൊരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പൊരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ഉന്നക്കായൻ്റെ സുന്ദരമായ ശരീരത്തിലേക്ക് പറ്റിപ്പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊരിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് കട്ട്ലേറ്റ് പൊരിക്കാം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിൽ ഞാൻ എണ്ണയും ഒഴിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അധികം മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല കട്ട്ലേറ്റ്. ജസ്റ്റ് 2 ഭാഗം ഒന്ന് ആ ബ്രെഡ് ക്രംസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കലും വേണ്ടു. അതുകൊണ്ടാണ് ഇത്ര എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉന്നക്കായക്കും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിയേ വേണ്ടു. ഓവറായിട്ട് എണ്ണയിൽ മുങ്ങി പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊന്ന് ഗോൾഡൻ കളറായിരുന്ന സമയത്ത് കോരി മാറ്റിയെടുക്കുക. ഇനി ഇതേ എണ്ണയിൽ ഹൈ ഫ്ലെയിമിലിടാതെ ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട്, മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടരുത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒരു അധികം തീ കൂട്ടാനും പാടില്ല, എന്നാൽ കുറക്കാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ, ആ ഒരു മീഡിയത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു ഭാഗം കുക്കായി വന്നാൽ, ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതാണ് കട്ട്ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കോൺഫ്ലോർ ഇട്ടുകൊണ്ട് തന്നെ നല്ല അടിപൊളി കറുമുറ എന്നുള്ള കട്ട്ലേറ്റ് തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. കൂടാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചൂടോടുകൂടി കഴിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ നോമ്പ് മുറിക്കാനാകുന്ന സമയത്താണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 6:20 ആ സമയമാകുമ്പോഴാണ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ കട്ട്ലേറ്റെല്ലാം ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കാനുള്ള കറിയായിട്ട് ഞാനിന്ന് ബട്ടർ ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ആദ്യം ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഒരു പീസ് ബട്ടർ എടുത്തിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബട്ടറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ചില ആൾക്കാർ ബട്ടർ ഇല്ല എങ്കിൽ കുറച്ച് ബട്ടറും കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലോ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ പൊരിച്ചെടുക്കേണ്ടത്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മൾ ബട്ടറിൽ തന്നെ പൊരിച്ചെടുക്കുന്നതാണ്. അപ്പം കുറച്ചധികം ബട്ടർ എടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഷാലോ ഫ്രൈ ചെയ്യുന്ന മാതിരി എടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. കൂടാതെ ബട്ടറിലാവുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആണ് കേട്ടോ. അപ്പോൾ ബട്ടറിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇത് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. സെയിം പാനിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഒന്നിൽ പൊരിച്ച് ഒന്നിൽ വഴറ്റി ഇങ്ങനെയുള്ളതൊന്നും ചെയ്യേണ്ട. ഈ പാനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതിൽ എണ്ണ ഇല്ലെങ്കിൽ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തത് കുറച്ച് ഈ പാത്രത്തിൽ ഇല്ലെങ്കിൽ ഒരു കഷ്ണം ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ട്, ആവശ്യത്തിലധികം തന്നെ ഉണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കളറ് ചേഞ്ച് ആവാനൊന്നും നിൽക്കണ്ട. നമ്മുടെ സവാള ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10-15ഓളം കാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കാഷ്യൂ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ 12ഓളം കാഷ്യൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെയൊക്കെ കുത്തൽ മണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. മസാലപ്പൊടികളായിട്ട് കൂടുതലൊന്നുമില്ല,
നമ്മളെ കാശ്മീരി മുളക് പൊടി. നമ്മൾ ബട്ടർ ചിക്കന് കാശ്മീരി മുളക് പൊടി തന്നെ വേണം കേട്ടോ. കാണാൻ ആ കളർ ചുവന്ന കളർ കിട്ടാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതും കൂടി വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 തക്കാളിയാണ് കേട്ടോ. ഒരു സവാളയ്ക്ക് 2 തക്കാളി. തക്കാളിയാണ് ബട്ടർ ചിക്കൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. കൂടാതെ നല്ല പഴുത്ത തക്കാളിയും കൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ 1 ടീസ്പൂണ് ഗരം മസാലയും ഇവയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമുക്ക് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ട് ഈ കാഷ്യൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ ഈ ലെവലിൽ കിട്ടും. അതൊന്ന് തണിയാനായിട്ട് വെയിറ്റ് ചെയ്യാം. പിന്നെ നോമ്പ് ആവുമ്പോഴേക്ക് ഈ സമയം ബട്ടർ ചിക്കൻ അവിടെ തണിയാനായിട്ട് വെച്ചിട്ടുണ്ട്. മുന്തിരി ജ്യൂസ് അടിക്കുന്നുണ്ട്, ചെറുനാരങ്ങ, എന്ത് ജ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ചെറുനാരങ്ങ വെള്ളം ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അപ്പോൾ ഇതാ നോമ്പ് മുറിക്കാനായി. അൽഹംദുലില്ലാ. അങ്ങനെ ഇന്നത്തെ നോമ്പും ഇവിടെ റാഹത്തായിട്ട് കഴിഞ്ഞു. പെട്ടെന്ന് നോമ്പുകൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ഇന്നത്തെ നോമ്പ് തുറയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറയും ഓത്തും ബൈത്തും ഒക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ കിച്ചണിലേക്ക് വരുന്നത്. ഒരു ഇഷാബാങ്കിൻ്റെ സമയം ആവാനാകുന്ന സമയത്ത് വന്നിട്ട് എന്തായാലും തറാവീസ്കരിച്ചിട്ട് വരാൻ പറ്റൂല. ആ സമയമാകുമ്പോഴേക്ക് മക്കൾക്ക് തിന്നാൻ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഈ ബട്ടർ ചിക്കൻ ആക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തണിയാനായിട്ട് വെച്ചിട്ടുള്ള മസാല എടുത്തിട്ട് നല്ല ഫൈനായിട്ട് മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചെടുത്തത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം കട്ടിയിൽ വേണോ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇതാ 1 ടീസ്പൂണ് ബട്ടറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചിക്കന് മെയിനായിട്ട് ബട്ടർ തന്നെയാണല്ലോ വേണ്ടത്. അപ്പോൾ ഇതിവിടെ എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ക്രീം, ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുക്കിംഗ് ക്രീം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാനൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ്സിൽ വേണം അതിനനുസരിച്ച് നിങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലേക്ക് വേണ്ട ഒരു സംഭവമാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ്റെ ആ ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടണമെങ്കിൽ ഇതിലേക്ക് കസൂരി മേത്തിയും കൂടി വേണം. കസൂരി മേത്തി എടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കസൂരി മേത്തി ഇടുന്ന വീഡിയോ എൻ്റെ അടുക്കുന്ന സ്കിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആയിക്കഴിഞ്ഞിട്ട് അവസാനം മിനിക്കുവണിയായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി ചപ്പാത്തിക്കോ പത്തലിനോ പൊറോട്ടക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. റമദാനിലൊക്കെ ബട്ടർ ചിക്കനൊക്കെ എന്തായാലും കഴിക്കാൻ പറ്റും. നമ്മൾ ഒന്നാമത് തേങ്ങ അരച്ചിട്ടോ വറുത്തരച്ചിട്ടോ ഒക്കെ കറി വെക്കുന്നവർ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പണി എന്ന് പറയുന്നത് സിമ്പിളാണ്. ഞാനിപ്പം ഇതിന് പൊറോട്ടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോസും വ്ളോഗ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.